അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അശ്വിനും ശ്രുതിയും തമ്മില് ഇപ്പോ അത്രയേറെ പിണക്കങ്ങളൊന്നും ഇല്ല കേട്ടോ. കണ്ട കീരിയും പാമ്പും ആയിരുന്നവര് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ തന്റെ ബിസിനസ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ശ്രുതിയും അശ്വിനും ആകാശം പ്രീതിയൊന്നും ഹണിമൂണിന് പോയില്ലല്ലോ. നിങ്ങൾ എന്തായാലും എത്രയും വേഗം ഒരു ട്രിപ്പ് പോകണമെന്ന് മുത്തശ്ശി ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഞ്ജലിയും പറയുന്നുണ്ട്, അതെ കുഞ്ഞാ, നീ എപ്പോഴും ഈ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ഭയങ്കര തിരക്കാ. നിനക്ക് വേണ്ടേ റിലാക്സ് ആയിട്ട് കുറച്ച് ദിവസം ഇരിക്കാന്? അതുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോവാം. ഇത് കേൾക്കുന്ന മനോരമയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. അഞ്ജലി ബേബി, ഞാനും അത് കരുതിയിരിക്കുകയായിരുന്നു, നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു അടിപൊളി ട്രിപ്പ് പോവാന്ന്. ഇത് കേൾക്കുന്ന മോഹനൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മനോരമേ, ഞാനിപ്പോ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ, എനിക്ക് അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല. ഇത് കേൾക്കുന്ന അശ്വിനും പറയുന്നുണ്ട്, ദേ എനിക്കും ഭയങ്കര തിരക്ക് ഓഫീസില്, കാര്യങ്ങളൊക്കെ ഞാനുണ്ടെങ്കിലേ നല്ല രീതിക്ക് മുന്നോട്ട് പോവൂ. ഞാൻ മാറി നിന്നാലേ ബിസിനസ് ഒക്കെ ഭയങ്കര ഡൗൺ ആവും. മുത്തശ്ശി, ഞാൻ എന്തായാലും ഇല്ല, നിങ്ങളെല്ലാവരും കൂടെ പോയാൽ മതി. ഇത് കേൾക്കുന്ന അഞ്ജലി പറയുന്നുണ്ട്, ദേ കുഞ്ഞ, നീ ഉണ്ടെങ്കിലേ ഞങ്ങൾ എല്ലാവരും പോവൂ, നീ ഇല്ലെങ്കിലേ ഞങ്ങൾ ആരും പോവില്ല. ചേച്ചി തിരക്കായോണ്ടാ, കുറച്ചു ദിവസേ നീ തിരക്കൊക്കെ മാറ്റിവെക്ക്. ആകാശേ, നിനക്കുണ്ടോ തിരക്ക്? എനിക്ക് തിരക്കൊന്നുമില്ല, ഏട്ടൻ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോവാം. അതെന്തായാലും നല്ലൊരു പ്ലാനാ. മനോരമ വീണ്ടും മോഹനനോട് പറയുന്നുണ്ട്, മോനേട്ടാ, നിങ്ങൾക്ക് എപ്പോഴും ഇത് തന്നെയാണോ? ബിസിനസ് ബിസിനസ്, നമുക്കായിട്ട് കുറച്ചു നേരം കണ്ടെത്താൻ നിങ്ങൾക്ക് സമയമില്ലേ? ദേ മനോരമേ, ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു അടിപൊളി ബിസിനസ്സാ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അശ്വിനാ എനിക്ക് ആ പ്ലാൻ പറഞ്ഞു തന്നത്, അതുകൊണ്ട് എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. നിങ്ങളില്ലാതെ ഞാൻ എന്തിനാ ഇവരെ കൂടെ പോകുന്നേ? എന്നാ ഞാനും പോകുന്നില്ല. എന്നാ അതാ നല്ലത്, ഇവർക്കേ കുറച്ച് സമാധാനം ഉണ്ടാവും. ദേ മോനേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവര് പോട്ടെ അമ്മേ, അമ്മയ്ക്ക് ട്രിപ്പിന് പോകാൻ താല്പര്യമില്ലാന്ന് അമ്മ മുന്നേ പറഞ്ഞതല്ലേ. ഇവരാറുപേരും കൂടെ പോയി വരട്ടെ. അശ്വിനും ശ്രുതിയും ആകാശും പ്രീതിയും പിന്നെ ശ്യാമും അഞ്ജലിയും അവര് പോയി വരട്ടെ അമ്മേ. അത് തന്നെയാടാ ഞാനും പറയുന്നേ. അവര് പോയിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് വന്നാ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് മോഹനനും മുത്തശ്ശിയും പറയുന്നുണ്ട്. അശ്വിന് സമ്മതിക്കാതിരിക്കാൻ വഴിയുണ്ടായിരിക്കില്ല, സമ്മതിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്യാമിന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. അശ്വിനുമായിട്ട് ഹണിമൂൺ ട്രിപ്പ് പോകുന്നു, അതും എന്റെ ശ്രുതിയുമായിട്ട്. ഇതൊരിക്കലും ഞാൻ നടത്താൻ സമ്മതിക്കില്ല. ശ്രുതി എങ്ങനെ റൂമിലോട്ട് വരുമ്പോ അശ്വിൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ, ഹണിമൂൺ ട്രിപ്പിന് പോവല്ലേ? ദേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കെന്ത് സന്തോഷം? 6 മാസത്തെ കരാറ്, അത് കഴിഞ്ഞാ നമ്മള് നമ്മുടെ പാട് നോക്കി പോവും. ഞാൻ എന്റെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കും. അല്ല അഞ്ജലി ചേച്ചിയും മുത്തശ്ശിയും പറഞ്ഞപ്പോ നീ എന്തായാലും ഞാൻ വരുന്നില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് സമ്മതമായോണ്ടല്ലേ നീ ഒന്നും മിണ്ടാതിരുന്നത്? ഞാനൊന്നും പറയാതിരുന്നതേ അഞ്ജലി ചേച്ചിക്ക് വിഷമാവണ്ടെന്ന് കരുതിയിട്ടാ. ചേച്ചിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചു എന്ന് കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട്. ചേച്ചിയുടെ ഇപ്പത്തെ സാഹചര്യത്തില് യാത്ര ഒഴിവാക്കേണ്ടതാണ്, പക്ഷേ ചേച്ചിയുടെ മനസ്സിനത് സന്തോഷം കിട്ടുന്നതാണെങ്കിൽ ഞാനെന്തിനാ അതിന് തടസ്സം നിൽക്കുന്നേ? അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. ചേച്ചി ഓർത്താ ഞാനും ഹണിമൂൺ ട്രിപ്പിന് വരാ എന്ന് പറഞ്ഞത്. നിങ്ങളിതേ ഹണിമൂൺ ട്രിപ്പ് എന്നൊന്നും പറയണ്ട, ട്രിപ്പ്. ആ എന്നാ അതിന് പോവാൻ തീരുമാനിച്ചതേ ചേച്ചി ഓർത്തിട്ട് മാത്ര. എന്തായാലും മുത്തശ്ശി പറഞ്ഞ പോലെ നാളെ തന്നെ ട്രിപ്പിന് പോവാം. നിനക്ക് വേണ്ട ഡ്രസ്സൊക്കെ നീ പാക്ക് ചെയ്ത് വെച്ചോ. ഓ അതിപ്പോ നിങ്ങൾ പറഞ്ഞു തരണമല്ലോ, എനിക്കറിയാ ചെയ്യാൻ. ഓ സമ്മതിച്ചു, എന്ത് പറഞ്ഞാലും തർക്കുത്തരം അത് മുടക്കല്ലേ എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്യാമാണെങ്കിൽ ഈ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മനോരമ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, എന്താണ് ശ്യാമേ, നീ പോകുന്നില്ലേ ഹണിമൂൺ ട്രിപ്പിന്? ആന്റി, ഞാനൊക്കെ ദേഷ്യത്തിലാ നിൽക്കുന്നേ. ആന്റി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ഈ ട്രിപ്പ് മുടക്കാനായിട്ടാ ഓരോന്നാലോചിച്ച് കൂട്ടുന്നേ. എന്തിനാടാ മുടക്കുന്നേ? ഇത് നിനക്ക് കിട്ടിയ നല്ലൊരു അവസരമല്ലേ. നിനക്ക് വേണമെങ്കിൽ അഞ്ജലിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാം. അതുമല്ലെങ്കിൽ നിന്റെ മനസ്സിലെ രാജകുമാരി ഉണ്ടല്ലോ ശ്രുതി, അവളുമായിട്ട് ഇടപഴകാൻ പറ്റിയ നല്ലൊരു അവസരമല്ലേ, നിനക്കത് മുതലാക്കിക്കൂടെ? ആന്റി, ഇത് ഞാനങ്ങ് ആലോചിച്ചില്ലല്ലോ. ആന്റി ആള് പുലിയാണല്ലോ. അത് ശരിയാ. അഞ്ജലിയെയും കുഞ്ഞിനെയും ഇനിയും വെറുതെ വിട്ടാലേ എനിക്ക് ശ്രുതിയുമായിട്ട് ഒന്നിക്കാൻ പറ്റില്ല. പലതവണ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചതാ, അതൊക്കെ പാളിപ്പോയി. ഇത്തവണ അതിനുള്ള ഒരു ചാൻസ് ഞാൻ വരുത്തില്ല. ആന്റി നോക്കിക്കോ, പോകുന്ന 6 പേര് തിരിച്ചു വരുമ്പോ എണ്ണം കുറയുന്നത്. ഞാനെന്തായാലും അങ്ങനെ ശ്രുതിയുമായിട്ട് അങ്ങ് പോവും.
അഞ്ജലി പരലോകത്തോട്ടും പോവും. ശ്രുതി എന്റെ പെണ്ണാ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ മനസ്സിലുള്ളത് ശ്രുതി മാത്ര. അവളെ ഞാൻ അങ്ങനെ അശ്വിന് വിട്ടുകൊടുക്കില്ല. അഞ്ജലി ആണെങ്കിൽ ട്രിപ്പിനായിട്ടുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അങ്ങോട്ട് ശ്യാം വരുന്നുണ്ട്. എന്താ അഞ്ജലി ഈ സമയത്ത് ഇങ്ങനെ കുഞ്ഞു ഡ്രസ്സൊന്നും എടുത്തു വെക്കല്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ജോലിയൊന്നും നീ ചെയ്യണ്ട എന്ന്. ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനേ എനിക്കറിയാം. അതൊന്നും കുഴപ്പമില്ലേ ശ്യാമേട്ടാ, ഇതൊക്കെ ചെറിയ ജോലിയല്ലേ. ചെറിയ ജോലിയായാലും വലിയ ജോലിയായാലും നമുക്ക് കാത്തിരുന്ന് കിട്ടിയ കൺമണിയാ. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നീ അവിടെ ഇരുന്നേ. ഈ ശ്യാമേട്ടൻ്റെ ഒരു കാര്യം. അല്ല, നീ ജ്യൂസ് വല്ലതും കുടിച്ചോ? എനിക്ക് വേണ്ട ശ്യാമേട്ടാ, കുറച്ചു മുൻപെയാ ശ്രുതി പായസം ഉണ്ടാക്കിയിട്ട് തന്നത്. അത് കുടിച്ചു. അത് മതി. ഇന്നിനി ഒന്നും വേണ്ട. വയറ് ഫുള്ളാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് വേണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണം. അതുകൊണ്ട് നിനക്ക് ഞാനേ ജ്യൂസ് എടുത്തിട്ട് വരാം. വേണ്ട ശ്യാമേട്ടാ, ഇപ്പം എനിക്കൊന്നും വേണ്ട. എന്നാ ശരി, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് കൊണ്ടു തന്നോളാം. ശ്യാമേട്ടാ, ഈ ട്രിപ്പോട് കൂടി അശ്വിനും ശ്രുതിയും ഒന്നിക്കണം. അവർ തമ്മിൽ ഒരു തരത്തിലും ഒരു പ്രശ്നവും ഇനി ഉണ്ടാവരുത്. രണ്ടുപേരുടെ മനസ്സിലും എന്തൊക്കെയോ അകൽച്ചയുണ്ട്. അത് തീർക്കാനായിട്ടാ മുത്തശ്ശിയും ഞാനും ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. ഹണിമൂൺ ട്രിപ്പിനാണെന്നും പറഞ്ഞ് ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിന്നാൽ ഉറപ്പായിട്ടും അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു തീർത്തോളും. അതിനായിട്ടാ. ഓ, ഇതിനിടയിൽ ഇങ്ങനൊരു പ്ലാൻ കൂടെ ഉണ്ടോ എന്ന് ശ്യാം പറയുന്നു. ആ ശ്യാമേട്ടാ, എങ്ങനെയുണ്ട്? ശ്യാമേട്ടൻ്റെ ആഗ്രഹമല്ലേ അശ്വിന് നല്ലൊരു ജീവിതം വേണമെന്ന്. അതുകൊണ്ടാ എന്തോ പരിഭവങ്ങൾ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. അത് തീരട്ടേന്നേ. പിന്നെ നമ്മളും അങ്ങനെ പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ. എനിക്കും അതൊരുപാട് സന്തോഷം തരുന്നതാ. അതുകൊണ്ടാ നമുക്ക് എല്ലാവർക്കും പോയെന്ന് കരുതിയത്. എന്തായാലും നന്നായി. അതുപോലെ തന്നെ നടക്കട്ടെ. തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചു വരട്ടെ എന്നൊക്കെ ശ്യാം പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും ട്രിപ്പിനായിട്ട് ഇറങ്ങുന്നുണ്ട്. വണ്ടിയിൽ ബാഗെല്ലാം കയറ്റുമ്പോൾ ശ്യാമിങ്ങനെ അശ്വിനെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട്. ശ്യാമ എടുത്തുള്ളത് കൊണ്ട് ശ്രുതിയെ ഒന്ന് നല്ല പോലെ സ്നേഹിക്കുവാണ് അശ്വിൻ. ശ്രുതി, ഞാൻ എടുത്തു വെച്ചോളാം ബാഗ്, നീ കയറിയിരിക്ക് എന്നൊക്കെ പറയുന്നു. രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സും ആയിരിക്കും ഇട്ടിരിക്കുക. അതൊക്കെ കാണുന്ന ശ്യാമിന് അത്രയ്ക്കങ്ങ് പിടിക്കുന്നൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും സഹിച്ചു പിടിച്ച് കൂടെ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ജോലിയടിച്ച് ട്രിപ്പ് ആസ്വദിച്ച് പോകുന്നുണ്ട്. ശ്യാമും ഒട്ടും കുറയ്ക്കുന്നില്ല. കാരണം അവിടെ എത്തിക്കഴിഞ്ഞ ശ്യാമിന്റെ പ്ലാനൊക്കെ നടന്നു കഴിഞ്ഞാ ഇങ്ങോട്ട് വരുമ്പോൾ അതിലും സന്തോഷിച്ചു വരാലോ എന്നൊക്കെയാണ് കരുതുന്നത്. അങ്ങനെ അവിടെ എത്തുന്നു. ഒരു റിസോർട്ടിലാണ് എല്ലാവരും താമസിക്കുന്നത്. അന്നത്തെ ദിവസം എല്ലാവരും കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഫുഡ് വരാൻ കുറച്ച് സമയമെടുക്കും. എല്ലാവരും സംസാരിക്കാം. അങ്ങനെ ഫുഡ് എത്തുന്നു. ഫുഡ് എത്തിക്കഴിഞ്ഞ് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ശ്യാമിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പെട്ടെന്ന് പ്ലേറ്റ് നിലത്തോട്ട് അങ്ങ് ഇടുന്നുണ്ട്. എന്താ ശ്യാമേട്ടാ, കൈ തട്ടിയതാണോ? ആ അഞ്ജലി, ശ്യാമേട്ട കുഴപ്പമൊന്നുമില്ല. ശ്യാമേട്ട പേടിക്കൊന്നും വേണ്ട. ശ്യാമേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. അല്ല, പെട്ടെന്ന് പ്ലേറ്റ് താഴോട്ട് വീണപ്പോഴേ. കുഴപ്പമില്ല. അങ്ങനെ ജ്യൂസ് എല്ലാവരും കുടിക്കുന്നുണ്ട്. എന്നാ ആകാശ് പറയുന്നുണ്ട്, നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഏതായാലും ജ്യൂസ് ഇരിക്കുന്നുണ്ട്. ജ്യൂസിൽ 2 സ്ട്രോ ഇടാം. ഏത് കപ്പിളാണ് ആദ്യം കുടിച്ച് തീർക്കുന്നതെന്ന് നോക്കാം. അത് വേണോ അതൊന്നും വേണ്ട എന്ന് ശ്യാം പറയുന്നു. എൻ്റെ അളിയൻ എന്താ ഇങ്ങനെ? കുറച്ചൊക്കെ റൊമാൻറ്റിക് ആവ്. ചേച്ചിയോട് കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കണം കേട്ടോ. ആകാശേ, ഇത് നല്ല ഗെയിമാണല്ലോ. എന്നാ നമുക്ക് തുടങ്ങാം. അങ്ങനെ സ്ട്രോ ഇടുന്നുണ്ട്. എന്നാ ശ്യാമിന് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ഗ്ലാസ്സിൽ 2 സ്ട്രോ ഇട്ട് അശ്വിനും ശ്രുതിയും കുടിക്കുക. അത് കണ്ടിരിക്കാൻ ശ്യാമിന് പറ്റുമോ? ശ്യാമാണെങ്കിൽ അഞ്ജലിക്ക് പോലും കൊടുക്കാതെ ഒറ്റ വലിക്ക് ആ സ്ട്രോയിന്ന് മൊത്തത്തിലങ്ങ് കുടിക്കുന്നുണ്ട്. കഴിഞ്ഞു, ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നു. അപ്പോ എല്ലാവരും കുടിക്കൽ നിർത്തുന്നുണ്ട്. എന്റെ ശ്യാമേട്ട, ഞങ്ങൾ തുടങ്ങിയ പോലുമില്ല. അതിനു മുൻപേ ശ്യാമേട്ടൻ കുടിച്ചു തീർത്തോ? ആകാശേ, എനിക്കൊരു തുള്ളി കുടിക്കാൻ പോലും കിട്ടിയില്ല. മൊത്തത്തില് ശ്യാമേട്ടനാ കുടിച്ചത്. സോറി അഞ്ജലി, ഞാനേ ഗെയിമിന്റെ ആ ത്രില്ലിങ്ങില് അങ്ങനെ അങ്ങ് കുടിച്ചു പോയതാ. സോറി അഞ്ജലി, നിനക്ക് വേറെ ജ്യൂസ് പറയാം. എന്നാ അശ്വിനും ശ്രുതിക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. ശ്രുതി ദേഷ്യത്തില് ശ്യാമിന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അന്നത്തെ ദിവസം ശ്യാമിന് വല്ലാത്തൊരു ദേഷ്യമായിരിക്കും. കൊല്ലാനുള്ള ദേഷ്യം. അഞ്ജലിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. അഞ്ജലിയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നീ കാരണാടി എനിക്ക് ശ്രുതിയെ കിട്ടാത്തത്. ഞാൻ ഇത്രയും കള്ളം പറയേണ്ടി വന്നത് നീ എന്റെ ജീവിതത്തില് ഉള്ളത് കൊണ്ട് മാത്ര. നിന്നെ അങ്ങ് ഇല്ലാതാക്കിയാല് പിന്നെ എനിക്കാ ശല്യമില്ലല്ലോ. പിന്നെ ഞാനും ശ്രുതിയും നന്നായിട്ട് ജീവിക്കും. അങ്ങനെ തലേണ എടുത്ത്
കൊല്ലാനായിട്ട് ഇങ്ങനെ ചെല്ലുവാണ്. പക്ഷേ ശ്യാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ അശ്വിനെ എന്നെ വെറുതെ വിടില്ല. അവന് സംശയം തോന്നാത്ത വിധത്തിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നാലേ എനിക്ക് മുന്നോട്ട് ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ പറ്റൂ. ആർക്കും ഒരു സംശയമില്ലാത്ത രീതിയിൽ. നീ ഉറങ്ങടി, ഇത് നിന്റെ അവസാനത്തെ ഉറക്ക എന്നായിരിക്കും ശ്യാം ഇങ്ങനെ പറയുന്നത്. അഞ്ജലിയാണെങ്കിൽ പാവം വലിയ ക്ഷീണത്തിൽ ഉറങ്ങുന്നുണ്ട്. അശ്വിനും ശ്രുതിയാണെങ്കിൽ റൂമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയാണ്. അശ്വിനാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ പുറത്തോട്ട് നോക്കി എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. നല്ല തണുപ്പായിരിക്കും. തണുത്ത് വരച്ചുകൊണ്ട് ഇങ്ങനെ മൂടി പിടിച്ചാണ് ഇരിക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ തണുക്കുന്നത് കാണുമ്പോൾ, തണുക്കുന്നുണ്ടെങ്കിൽ നീ എന്തിനാ ആ ബാൽക്കണി പോയി നിൽക്കുന്നേ? നീ ഇങ്ങോട്ട് പോര്, തണുപ്പ് വല്ലാതെ കൊള്ളണ്ട, ജലദോഷം വരും. ഇത് പറയുന്നത് കേട്ട് അശ്വിന്റെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. ആരാ ഈ പറയുന്നേ? അശ്വിൻ സായി റാമോ? ഇങ്ങനെയൊക്കെ കേൾക്കണമെങ്കിൽ എന്തായാലും ഈ ജന്മം കഴിയില്ല എന്നാ ഞാൻ കരുതിയത്. മനസ്സില് സ്നേഹമൊക്കെ ഉണ്ട്. നിന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല, അതിപ്പോ ഒരു മാനുഷിക പരിഗണന. നിനക്കിനി എന്തെങ്കിലും അസുഖം വന്നാല് ഈ ട്രിപ്പ് എന്റെ അഞ്ജലി ചേച്ചിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഇങ്ങ് പോര്. അങ്ങനെ ശ്രുതി ഉള്ളിലോട്ട് വരുന്നുണ്ട്. നല്ല തണുപ്പല്ല അശ്വിൻ സാറേ? എന്തായാലും കുറച്ചു ദിവസം ഇവിടെ നിൽക്കേണ്ടി വന്നാലേ തണുത്ത് വിറയ്ക്കും അല്ലേ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കട്ടെ. അശ്വിൻ സാറ് ലൈറ്റ് കെടുത്ത്. അങ്ങനെ രണ്ടുപേരും കിടക്കുന്നുണ്ട്. ശ്രുതി നല്ല ഉറക്കത്തിലായിരിക്കും. അശ്വിനെ ഉറക്കത്തില് അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ മുറുക്കിയാണ് കെട്ടിപ്പിടിക്കുന്നത്. എന്നാ അശ്വിനും ശ്രുതിയുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. ശ്രുതി വിടാത്തത് കൊണ്ട് തന്നെ അശ്വിനും ചെറുതായി ഒന്ന് ശ്രുതിയെ പിടിച്ച് അങ്ങ് കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസമാണ് ശ്രുതി എണീക്കുമ്പോൾ അശ്വിൻ എങ്ങനെ മുറുക്ക പിടിച്ചതായിട്ട് കാണുന്നത്. അശ്വിൻ നല്ല ഉറക്കമായിരിക്കും. അയ്യോ, ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെയാണ് ഉറങ്ങിയത്, അയ്യേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വേഗം എഴുന്നേക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. നാളെ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അശ്വിനാണെങ്കിൽ രക്ഷിക്കാനായിട്ടും പോകുന്നു. കാടിനുള്ളിൽ അകപ്പെട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നമുക്ക് നാളെ കാണാം. ബൈ.